ആവറേജ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ സ്കെയിൽ ഓൺലി എക്സലൻസ്. എക്സലൻസ്. ആ എക്സലൻസിൻ്റെ മറ്റൊരു പേരാണ് ബെറ്റർ. നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? ബിഗ് അല്ല നോക്കേണ്ടത്, ബെറ്റർ. ബിഗർ അല്ല, ബെറ്റർ. വലിപ്പമല്ല, ബെറ്റർ. തിരുവല്ല ബ്രാഞ്ച് ബെറ്ററാക്കി അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തു. ഇനി അടൂര് തുടങ്ങുക, ഇനി കോട്ടയത്ത് തുടങ്ങുക, ഇനി തിരുവല്ലയിൽ തുടങ്ങുക, ഇനി എറണാകുളത്ത് തുടങ്ങുക. കാരണം ഇത് ലക്കല്ല, സ്കില്ലാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ എക്സലൻസ് ഈസ് ഓൾവേസ് ബോറിംഗ്, ബെറ്റർ ഈസ് ഓൾവേസ് ബോറിംഗ്. സാറേ എനിക്ക് മസിൽ ഉണ്ടാക്കണം, ഇഞ്ചക്ഷൻ ഇറ്റ്സ് വെരി ഫാസ്റ്റ്, പെട്ടെന്ന് കൊണ്ടുവരാം. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് മസിലൊക്കെ കൊണ്ട് തെളിഞ്ഞ് ഞാൻ പൊളിയായി. സ്വാഭാവികമായിട്ട് ആ മസിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിലോ ഐ നീഡ് ടു ബി കൺസിസ്റ്റൻറ്റ്, ഐ നീഡ് ടു ബി ഡിസിപ്ലിൻഡ്, ഐ നീഡ് ടു ബി റിപ്പീറ്റഡ്. അങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സക്സസ്. മറ്റേതുണ്ടല്ലോ ഇഞ്ചക്റ്റ് ചെയ്തെടുക്കുന്നത്, അത് സക്സസ് അല്ല, അത് ഡെത്താണ്, മരണമാണ്. എനിത്തിങ് അൺനാച്ചുറൽ ഈസ് ഡെത്ത്. നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനായി പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്നുവോ അതിൻ്റെ പേരാണ് മരണം. പൂർ പീപ്പിൾ ടോക്ക് അബൌട്ട് മണി, റിച്ച് പീപ്പിൾ ടോക്ക് അബൌട്ട് ഇൻകം, വെൽത്തി പീപ്പിൾ ടോക്ക് അബൌട്ട് നെറ്റ് വർത്ത്. ഫോബ്സ് എന്തടിസ്ഥാനത്തിലാണ് റിച്ചസ്റ്റ് ആളുകളെയൊക്കെ കണ്ടുപിടിക്കുന്നത്? ലുക്കിംഗ് അറ്റ് ദെയർ നെറ്റ് വർത്ത്. ഇൻകം നോക്കിയിട്ടല്ല. ഇൻകം നോക്കിയിട്ടാണെങ്കിൽ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികളാണ് ഇൻകത്തിൽ ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇന്ത്യക്കാരുടെ എണ്ണം എന്തിൽ കുറവാണ്? ഫോബ്സിൻ്റെ ലിസ്റ്റിൽ കുറവാണ്. വൈ? ഇന്ത്യക്കാരുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നത് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് മണി ടു സ്പെൻഡ്. എന്തുകൊണ്ടാണ് അമേരിക്കക്കാരൻ്റെ എണ്ണം കൂടുതൽ? അതിൻ്റെ അകത്ത് അവനെ പഠിപ്പിക്കുന്നത് അവനുണ്ടാക്കുന്ന പൈസ ക്യാപിറ്റലാണെന്നും അത് ഇൻവെസ്റ്റ് ചെയ്ത് നീ നെറ്റ്വർത്ത് ഉണ്ടാക്കണമെന്നും അവനെ പഠിപ്പിക്കുന്നു അവിടുത്തെ സിസ്റ്റം. ഇവിടെ ഉള്ളവർ ഇൻകത്തിൽ ഫോക്കസ് ചെയ്യുന്നു, അവിടെ ഉള്ളവർ വെൽത്തിൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ മാറുകയല്ലേ? മാറുകയാണോ? യെസ്. ഈ ഒരൊറ്റ ചിന്ത മതി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് രീതി മാറ്റാൻ. നിങ്ങളുടെ ബിസിനസ് ലൈഫ് മാറ്റിമറിക്കുക ഈ ഒരൊറ്റ ചിന്ത മതി. ഹൗ ക്യാൻ ഐ ഇൻക്രീസ് പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻകറിങ് എനി കോസ്റ്റ്? ചെലവില്ലാതെ എങ്ങനെ എൻ്റെ ബിസിനസ്സിനെ വളർത്താം? ചെലവില്ലാതെ ആ കാര്യം എങ്ങനെ ചെയ്യാം? എന്താണ് ആ ചിന്ത? ഹൗ ക്യാൻ ഐ ഇൻക്രീസ് മൈ പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻകറിങ് എ സിംഗിൾ റുപ്പി ആസ് കോസ്റ്റ്? ഒരു രൂപ ചിലവാക്കാം, അല്ലെങ്കിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ എൻ്റെ പ്രോഫിറ്റ് കൂട്ടാം? ഇതായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും മികച്ച ചിന്ത. ഈ ചിന്ത എന്ന് തുടങ്ങുന്നോ അന്ന് നമ്മൾ പൊളിയായിരിക്കും. കഴിഞ്ഞ 13 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണം, കസ്റ്റമറെ എങ്ങനെ ക്ലോസ് ചെയ്യണം, കസ്റ്റമർക്ക് എങ്ങനെ പ്രസൻറ്റേഷൻ കൊടുക്കണം, കസ്റ്റമറെ എങ്ങനെ ക്വാളിഫൈ ചെയ്യണം മുതലായ ടിപ്സുകൾ ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങിയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ ഫസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. Then I started my YouTube channel. Then I started my Facebook page, Instagram. എന്തുകൊണ്ടാണെന്നറിയോ ഇങ്ങനെയൊക്കെ ചെയ്തത്? എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലായിരുന്നു. മാർക്കറ്റിങ്ങിന് വേണ്ടിയോ സെയിൽസിന് വേണ്ടിയോ ഓഫീസ് തുടങ്ങാൻ വേണ്ടിയോ ഒരു നല്ല ഉടുപ്പ് മേടിക്കാൻ എൻ്റെ കാശില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചിന്തിച്ചു ഡോക്ടറെ? ചെലവില്ലാതെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം? അങ്ങനെ കണ്ടെത്തിയതാണ് വാട്സപ്പ് ഗ്രൂപ്പ്. എൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ടും എനിക്കാരും കാശ് തരാനില്ലാത്തതുകൊണ്ടും ഐ ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ് ടു ഇൻക്രീസ് മൈ പ്രോഫിറ്റ് വിത്തൗട്ട് ഇൻകറിങ് എനി കോസ്റ്റ്. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല നമ്മൾക്ക് എക്സൈറ്റ്മെൻറ്റ് വേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ക്യാഷ് കൂട്ടുന്നതിലായിരിക്കണം നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ്. ഇത് കൂടുമ്പോൾ എക്സൈറ്റഡ് ആവണം. പ്രോഫിറ്റും കയ്യിലിരിക്കുന്ന ക്യാഷും കൂടുമ്പോഴായിരിക്കണം നമുക്ക് എന്ത് വരുന്നത്? എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. അല്ലാതെ അവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്, അവിടെ ഒരു ബ്രാഞ്ച്, ഇതിലല്ല എക്സൈറ്റഡ് ആവട്ടെ.
ഞാൻ മുമ്പേ ചോദിച്ച ഒരു ചോദ്യം, ഒരു കമ്പനി, ആ കമ്പനിയുടെ റവന്യൂ, നമുക്ക് 2 കമ്പനികളുണ്ടേ, ഒന്ന് ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി. ബിസിനസ് എ ആൻഡ് ബിസിനസ് ബി. ബിസിനസ് എ 18 മില്യൺ ഇൻ റവന്യൂ, 18 മില്യൺ റവന്യൂ ഉണ്ട്. ബിസിനസ് ബി 6 മില്യണേ ഉള്ളൂ റവന്യൂ. ഇവിടെ 40 എംപ്ലോയീസ് ഉണ്ട്, ഇവിടെ 10 എംപ്ലോയീസേ ഉള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രോഫിറ്റ്, ഇവിടെ 3 മില്യൺ പ്രോഫിറ്റ്, ഇവിടെയും 3 മില്യൺ പ്രോഫിറ്റ്. ഏത് ബിസിനസ് വേണം നിങ്ങൾക്ക്? എ ഓർ ബി? എ ഓർ ബി? പിന്നെന്തിനാ എ ഉണ്ടാക്കാൻ നടക്കുന്നേ? പിന്നെന്തിനിപ്പോ എ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു? യു ആർ ബിഹൈൻഡ് ബിഗർ, നോട്ട് ബെറ്റർ. ബി ആണ് ബെറ്റർ, എ ആണ് ബിഗർ. ആളുകളുടെ കണ്ണിൽ ബിഗറാണ് വലിയ സംഭവം, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നു. ഐ നീഡ് ബി ആൻഡ് ഐ ബിൽഡ് ബി. കടം മേടിച്ചിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു സ്റ്റോറിയും കടം മേടിക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ സ്റ്റോറിയും രണ്ടും രണ്ടാണ്. കടം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴത്തെ അനിൽ ബാലചന്ദ്രൻ്റെ കഥയും കടം ഇനി കിട്ടില്ല എന്നുള്ളപ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കഥയും രണ്ടും രണ്ടാണ്. ഐ റീറൈറ്റ് മൈ സ്റ്റോറി ബൈ ടേക്കിംഗ് ദ ഡിസിഷൻ ദാറ്റ് ഐ വിൽ നോട്ട് ടേക്ക് എനി മോർ ഡെറ്റ്. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ സക്സസ്. സോ ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് പ്രോഫിറ്റിനായിരിക്കണം, ആ പ്രോഫിറ്റ് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാനായിരിക്കണം, ആ ക്യാഷ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കണം, അല്ലാതെ കടം വീട്ടാനുള്ളതല്ല. ഇത് ഡെറ്റ് ഇല്ലാതെ ഗ്രോ ചെയ്യുമ്പോൾ സ്ലോ ആയിരിക്കും വളർച്ച, പക്ഷേ അത് അൾട്ടിമേറ്റ് ആയിരിക്കും, വളരും ഉറപ്പാ. മറ്റേതോ ഫാസ്റ്റ് ആയിരിക്കും വളർച്ച, അതുകൂട്ട് തീരും. സോ ബ്യൂട്ടി ഓഫ് സക്സസ് എവിടെ? വെൻ ഇറ്റ് ഈസ് നൈസ് ആൻഡ് സ്റ്റഡി, അവിടെയാണ് ബ്യൂട്ടി ഓഫ് സക്സസ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരുപാട് കടങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇന്ന് എനിക്ക് കടമില്ല. ഐ എം എ സീറോ ഡെപ്റ്റ് പേഴ്സൺ. ഐ റൺ എ സീറോ ഡെപ്റ്റ് കമ്പനി. ബിക്കോസ് എൻ്റെ ബിസിനസ്സിൽ നല്ല റവന്യൂ ഉണ്ട്, എൻ്റെ ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്, എനിക്ക് സേവിങ്സ് എന്ന ഹാബിറ്റും ഉണ്ട്. എനിക്ക് മണി മേക്ക് ചെയ്യാനറിയാം, അത് സേവ് ചെയ്യാനറിയാം, അത് ഇൻവെസ്റ്റ് ചെയ്യാനറിയാം. അതുകൊണ്ട് ഇന്ന് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഈ ഹാബിറ്റ് നമുക്ക് എന്ത് തരും? നല്ല ഉറക്കം തരും, ബെറ്റർ സ്ലീപ്പ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും when you have zero debt, when you have savings, when you have investment. മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ് ലൈഫിൽ ഒരാളിൻ്റെ അഭാവമുണ്ടെങ്കിൽ അത് വടിയെടുക്കുന്ന ഒരു അധ്യാപകൻ്റെയാണ്. നിങ്ങൾക്ക് ആ പേടിയില്ലിപ്പോൾ. നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവില്ല, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആവില്ല, നിങ്ങൾ ഉഴപ്പും. കാരണം ബിസിനസ്സുകാരന് ഒരു ലെവൽ കഴിയുമ്പോഴത്തേനൊരു തോന്നൽ, ബിസിനസ്സുകാരനായി തുടങ്ങുമ്പോൾ തന്നെ ഒരു തോന്നലുണ്ട്, ഞാനാണെല്ലാം. കാരണം ബിസിനസ്സുകാരനോട് ചോദിക്കാൻ ആരുമില്ല. നിങ്ങളുടെ ഭാര്യയെ ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ, എന്താ പറയും? അറിയാത്ത കാര്യത്തെക്കുറിച്ച് മിണ്ടരുത്. നിങ്ങളുടെ സ്റ്റാഫ് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങളുടെ ബാങ്ക് ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? ആരുമില്ല നിങ്ങളെ ചോദ്യം ചെയ്യാൻ. അടുത്തൊരു കൊല്ലത്തേക്ക് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ആളാണ് ഞാൻ. ചോദ്യം ചെയ്യുക തന്നെ ചെയ്തിരിക്കും. ഉഴപ്പാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം 365 ദിവസവും ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തരികയാണ്. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ഡിസിപ്ലിൻഡ് ആകണം, എങ്ങനെ കൺസിസ്റ്റൻ്റ് ആവണം, എങ്ങനെ ആക്ഷൻ ഓറിയൻറ്റഡ് ആവണം. 9 മണി തൊട്ട് ഈ 6 മണി വരെ ഒരേ എനർജിയിൽ, ആ എനർജി കൂടി പോയിക്കൊണ്ടിരിക്കുന്ന കോച്ചിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ. മടിയനാവരുത്, ആവാൻ ആ കോച്ച് സമ്മതിക്കില്ല.